നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് UK ജനത. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ കനത്ത തിരിച്ചടി ജനത്തെ കടക്കണിയിൽ കുരുക്കി തള്ളിയിടുന്നു. പ്രതിദിനം വർദ്ധിക്കുന്ന ഇന്ധനവില വലിയ പണപ്പെരുപ്പത്തിലേക്കും പലിശ വർധനവിലേക്കും രാജ്യത്തെ എത്തിച്ചു. പണപ്പെരുപ്പം കുറഞ്ഞതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അടിസ്ഥാന പലിശ നിരക്ക് 4%-ലേക്കോ 4.25%-ലേക്കോ ഉയർത്തിയേക്കും. UK-യിൽ 4 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റുഡന്റ്സ് വിസ നൽകുന്നത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ഹോം ഓഫീസ് ഉത്തരവിറക്കി. അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, മ്യാൻമാർ, കാമറൂൺ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്കാണ് സ്റ്റുഡന്റ്സ് വിസ താൽക്കാലികമായി മരവിപ്പിച്ചത്. തീരുമാനം സ്റ്റുഡന്റ്സ് വിസയിൽ ബ്രിട്ടനിലെത്തുന്നതിന് ശേഷം അഭയത്തിനായുള്ള അപേക്ഷ നൽകുന്നത് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ നടപടി ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടമാകുന്നു എന്ന് വിമർശനം. ബ്രിട്ടീഷ് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് വർദ്ധിപ്പിച്ച ഫീസ് അടുത്ത മാസം 8 മുതൽ പ്രാബല്യത്തിൽ വരും. 16 വയസ്സിന് മുകളിലുള്ളവർക്ക് നിലവിലുണ്ടായിരുന്ന ഓൺലൈൻ അപേക്ഷാ ഫീസ് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായി ഉയർത്തി. സ്റ്റാൻഡേർഡ് പോസ്റ്റൽ അപേക്ഷകൾക്ക് 16 വയസ്സിന് മുകളിൽ 115.50 പൗണ്ട്, 16 വയസ്സിൽ താഴെയുള്ള 80 പൗണ്ടുമാണ് പുതിയ ഫീസ്. വിദേശത്തു നിന്നും ഓൺലൈനായി അപേക്ഷിക്കുന്നവർക്കുള്ള ഫീസ് 16 വയസ്സിന് മുകളിലുള്ളവർക്ക് 114.50 പൗണ്ടും, 16 വയസ്സിൽ താഴെയുള്ളവർക്ക് 75.50 പൗണ്ടും. ഇറാൻ US സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി വരുന്നതായി റിപ്പോർട്ട്. ഈജിപ്തും തുർക്കിയും പ്രധാനമായും ശ്രമിക്കുന്നത് ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്കും കപ്പൽ ഗതാഗതത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ പുരോഗമനപരമാണെന്നും പശ്ചിമേഷ്യയിലെ ശത്രുത അവസാനിപ്പിക്കാനുള്ള പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് ഇറാനുമായി സന്ദേശങ്ങൾ കൈമാറിയതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ്. ഇറാനും US ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക ആശ്വാസം. സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ 2 ദിവസത്തെ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ച അമേരിക്ക. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുടെയും ഉന്നത പ്രതിനിധികൾ ഇസ്ലാമാബാദിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയേക്കും. വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം ചെയ്യാൻ കേന്ദ്ര തീരുമാനം. സംവരണത്തിനായി ലോക്സഭാ സീറ്റുകളുടെയും നിയമസഭാ സീറ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കും. പുതിയ നിർദ്ദേശപ്രകാരം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543-ൽ നിന്നും 816 ഉയർത്തും. ഇതിൽ 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. കേരളത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30-ആയും നിയമസഭാ സീറ്റുകളുടെ എണ്ണം 210-ആയും ഉയർത്തും. വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചോദ്യം ചോദിക്കാൻ പൊതുയോഗം പത്രസമ്മേളനമല്ലല്ലോ എന്നും പൊതുയോഗത്തിൽ പറയുന്നത് ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മോഹൻലാലും ഒന്നിച്ചെത്തിയ അഭിമുഖ പരിപാടി പുതിയ വിവാദത്തിലേക്ക്. അഭിമുഖം ചിത്രീകരിക്കുന്നതിനായി സർക്കാർ ഖജനാവിൽ നിന്നും പൊടിച്ചത് 11,21,000 രൂപയെന്ന് വിവരാവകാശ രേഖകൾ. പിണറായി വിജയൻ തന്നെ ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് നേരിട്ട് മോഹൻലാലിനോട് സൂചിപ്പിച്ചു എന്നും റിപ്പോർട്ടുകൾ. പാചകവാതകം കിട്ടാത്തത് ഹോട്ടൽ കേറ്ററിംഗ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ഹോട്ടലുകൾ പകുതിയിലേറെയും വാണിജ്യപാതകം ലഭിക്കാത്തതിനാൽ പൂട്ടി. പ്രവർത്തിക്കുന്ന മിക്ക ഹോട്ടലും സ്വകാര്യ കമ്പനികളിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് വാണിജ്യപാതക സിലിണ്ടറുകൾ വാങ്ങി കച്ചവടം തുടരുന്നു. ഹോട്ടലുകൾ ഭക്ഷണത്തിന്റെ വിലയിൽ 10 മുതൽ 15% വരെ വില വർധനവ്. സ്വകാര്യ കമ്പനികൾ സിലിണ്ടർ എത്തിക്കുന്നത് ഉടുപ്പിയിൽ നിന്നും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയായെന്ന് റിപ്പോർട്ട്. അനുദിനം വർദ്ധിക്കുന്ന ഇന്ധനവില വലിയ പണപ്പെരുപ്പത്തിലേക്കും പലിശ വർധനവിലേക്കും അതുവഴി കടക്കണിയുടെ കുരുക്കിലേക്കുമാണ് ജനത്തെ തള്ളിവിടാൻ ഒരുങ്ങുന്നത്. പണപ്പെരുപ്പം കുറഞ്ഞതോടെ 6%-ൽ നിന്നും 3.75%-ലേക്ക് താഴ്ന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അടിസ്ഥാന പലിശ നിരക്ക് അടുത്ത മാസം തന്നെ 4%-ലേക്കും 4.25%-ലേക്ക് ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. പെട്രോൾ, ഡീസൽ വിലയിൽ 30%-നടുത്ത് വർധനവ് വന്നതോടെ നിത്യോപയോഗ വസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ്. ഇത് പണപ്പെരുപ്പത്തിന് ഇടയാക്കുമെന്ന് ഉറപ്പാണ്. ഇതിനെ നേരിടുന്നതിന്റെ ഭാഗമാകും പലിശ നിരക്കിൽ വർധനവ് വരുത്തുക. എന്നാൽ ഇത് മോർഗേജ് വിപണിയെ വളരെ പ്രതികൂലമായി ബാധിക്കും. നിലവിൽ ട്രാക്കർ മോർഗേജിലുള്ളവർക്ക് വർധനവയുടെ ആഘാതം ഉടൻ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. മറ്റുള്ളവർക്ക് മോർഗേജ് കാലാവധി തീരുന്ന മുറയ്ക്ക് ഉയർന്ന നിരക്കിലുള്ള ഡീലുകൾ മാത്രമാകും ലഭ്യമാവുക. ഇപ്പോൾ തന്നെ എല്ലാ ബാങ്കുകളും തങ്ങളുടെ കുറഞ്ഞ നിരക്കിലുണ്ടായിരുന്ന 100 കണക്കിന് പ്രോഡക്റ്റുകൾ പിൻവലിച്ചു. 5%-ന് അടുത്താണ് പുതിയ ഡീലുകൾ നൽകുന്നത്. അടിസ്ഥാന പലിശ നിരക്ക് ഔദ്യോഗികമായി ഉയർത്തിയാൽ ഈ നിരക്ക് വീണ്ടും വർദ്ധിക്കും.
പണപ്പെരുപ്പ നിരക്ക് 2നും 2.5ക്കും ഇടയ്ക്ക് നിലനിർത്താനാണ് പലിശ നിരക്ക് 3% നിർണ്ണയിക്കാനാവുക. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത മാസത്തോടെ പണപ്പെരുപ്പ നിരക്ക് 4% എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. അങ്ങനെയായാൽ നിലവിലെ പലിശ 0.5% വർദ്ധിപ്പിക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിർബന്ധിതരാകും. അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, മ്യാൻമാർ, കാമറൂൺ തുടങ്ങിയ 4 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റുഡൻസ് വിസ നൽകുന്നത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ഹോം ഓഫീസ് ഉത്തരവിറക്കി. ബ്രിട്ടീഷ് ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ഒരു വഴിയായി സ്റ്റുഡൻസ് വിസയെ കാണുന്നവർ വർദ്ധിച്ചു വരുന്നതാണ് ഇത്തരമൊരു ഉത്തരവിന് കാരണം. ഈ 4 രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡന്റ് വിസയിൽ ബ്രിട്ടനിൽ എത്തിയതിനു ശേഷം അഭയത്തിനായുള്ള അപേക്ഷ നൽകുന്നത് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കി. കാമറൂണിൽ നിന്നും സുഡാനിൽ നിന്നും സ്റ്റുഡൻസ് വിസയിലെത്തി അഭയാർത്ഥികളായി മാറുന്നവരുടെ എണ്ണത്തിൽ 330% വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ പല ചാരിറ്റികളും BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഈ തീരുമാനത്തിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. സ്ത്രീകൾക്കും ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അഫ്ഗാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവസരമാണ് ഇതുവഴി നഷ്ടപ്പെടുത്തുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന സ്റ്റുഡൻസ് വിസ ദുരുപയോഗം ചെയ്യുന്നവരുടെ വർധനവ് ശതമാനക്കണക്കിൽ പറയുമ്പോൾ അതിഭീകരമാണ് എന്ന് തോന്നുമെങ്കിലും ഈ രാജ്യങ്ങളിൽ നിന്നും വളരെ കുറവ് ആളുകൾ മാത്രമേ വരാറുള്ളൂ എന്നതിനാൽ ഇത്തരക്കാരുടെ എണ്ണം കുറവായിരിക്കുമെന്നും അവർ പറയുന്നു. അതേസമയം രാജ്യത്തിന്റെ കുടിയേറ്റ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാടാണ് ഹോം ഓഫീസിനുള്ളത്. ബ്രിട്ടീഷ് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് ഫീസ് വർദ്ധിപ്പിച്ചു. വർധനവ് ഏപ്രിൽ മാസം 8 മുതൽ പ്രാബല്യത്തിലാകും. 16 വയസ്സിന് മുകളിലുള്ളവർക്ക് നിലവിലുണ്ടായിരുന്ന ഓൺലൈൻ അപേക്ഷാ ഫീസ് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായി ഉയരും. 16 വയസ്സിൽ താഴെയുള്ളവരുടെ സ്റ്റാൻഡേർഡ് ഓൺലൈൻ അപേക്ഷാ ഫീസ് 61.50 പൗണ്ടായിരുന്നത് 66.50 പൗണ്ടായും വർദ്ധിക്കും. സ്റ്റാൻഡേർഡ് പോസ്റ്റൽ അപേക്ഷകൾ 16 വയസ്സിന് മുകളിൽ 115.50 പൗണ്ടും 16 വയസ്സിൽ താഴെ 80 പൗണ്ടുമാണ് പുതിയ ഫീസ്. വിദേശത്ത് നിന്നും ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ 16 വയസ്സിന് മുകളിലുള്ളവർക്ക് 116.50 പൗണ്ടും 16 വയസ്സിൽ താഴെയുള്ളവർക്ക് 75.50 പൗണ്ടുമാണ് അടുത്ത വർഷത്തെ ഫീസ്. വിദേശത്ത് നിന്നുമുള്ള സ്റ്റാൻഡേർഡ് പേപ്പർ അപേക്ഷകൾക്ക് ഇത് യഥാക്രമം 130 പൗണ്ടും 89 പൗണ്ടുമായി മാറും. അപേക്ഷകളിന്മേൽ അന്നു തന്നെ തീരുമാനമെടുത്ത് പാസ്പോർട്ട് ലഭ്യമാക്കുന്ന പ്രീമിയം സർവീസിന് 239.50 പൗണ്ടാകും പുതിയ നിരക്ക്. നിലവിൽ ഇത് 222 പൗണ്ടാണ്. കഴിഞ്ഞ ഏപ്രിലിൽ പാസ്പോർട്ട് അപേക്ഷകൾ 7% ഫീസ് വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ മറ്റൊരു വർധനവ് കൂടി നടപ്പിലാക്കുന്നത്. നികുതി വിഹിതം ഉപയോഗിക്കാതെ തന്നെ അപേക്ഷകർക്ക് മികച്ച സേവനം ലഭ്യമാക്കാനാണ് ഫീസ് വർധനവ് എന്നാണ് ഹോം ഓഫീസിന്റെ വിശദീകരണം. ഫീസ് വർധനവയുടെ ലക്ഷ്യം മികച്ച സേവനം മാത്രമാണെന്നും ലാഭം ലഭ്യമാകില്ല എന്നും ഹോം ഓഫീസ് കൂട്ടിച്ചേർത്തു. യൂണിവേഴ്സിറ്റി ഓഫ് ലെസ്റ്റർ ചില കോഴ്സുകൾ നിർത്തലാക്കിയതിനെ തുടർന്ന് ഈ വർഷം സെപ്റ്റംബർ മുതൽ പഠനം തുടങ്ങാനിരുന്ന ഏകദേശം 300ഓളം വിദ്യാർത്ഥികൾ അനിശ്ചിതാവസ്ഥയിൽ. നിരവധി പ്രതിഷേധങ്ങൾക്കും കഴിഞ്ഞ വർഷവും ഈ വർഷവും ആദ്യം നിരവധി സമരങ്ങൾ വഴിവെച്ച മാസങ്ങൾ നീണ്ട കൺസൾട്ടേഷന് ശേഷമാണ് മോഡേൺ ലാംഗ്വേജസ് ഫിലിം സ്റ്റഡീസ് കോഴ്സുകൾ നിർത്താൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത്. യൂണിവേഴ്സിറ്റി പ്രവേശന പ്രക്രിയകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ കോഴ്സുകൾ നിർത്തലാക്കിയത് എന്നതിനാൽ പ്രതീക്ഷകളോടെ പഠനം തുടരാൻ ആഗ്രഹിച്ച നിരവധി വിദ്യാർത്ഥികൾക്ക് നിരാശരാകേണ്ടി വരുമെന്നും യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് ഓഫ് യൂണിയൻ വ്യക്തമാക്കി. 17 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ കോഴ്സുകൾ നിർത്തലാക്കുന്നതോടെ ഈസ്റ്റ് മിഡ്ലാൻഡ്സിൽ ഈ വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒപ്പം കോഴ്സുകൾ നിർത്തലാക്കുന്നതിനെതിരെ സമരം ചെയ്തു വന്നിരുന്ന ജീവനക്കാർക്ക് ഒരു തിരിച്ചടിയും ലഭിച്ചിരിക്കുന്നു. കെമിസ്ട്രി, ജിയോഗ്രഫി, ജിയോളജി, എൻവയോൺമെന്റ് സ്റ്റഡീസ് തുടങ്ങിയ കോഴ്സുകളാണ് ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ തുടരുകയാണ്. ഈ മാസം അവസാനത്തോടെ കൺസൾട്ടേഷൻ അവസാനിക്കും. മെയ് മാസം പകുതിയോടെ ഈ കോഴ്സുകളുടെ ഭാവിയെക്കുറിച്ച് അറിയാൻ കഴിയുമെന്നും വരും ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് ഓഫ് യൂണിയൻ കൂടുതൽ സമരങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇറാനുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ US-ൽ ചില സന്ദേശങ്ങൾ ലഭിച്ചതായി അവലോകനം ചെയ്തു വരികയാണ് എന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. ഇറാൻ-US സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിവരുന്നതായി റിപ്പോർട്ട്.
മധ്യസ്ഥർ വഴി യുഎസിൽ നിന്നും ഞങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ലഭിച്ചെന്നും അവ അവലോകനം ചെയ്തു വരികയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്കും കപ്പൽ ഗതാഗതത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ് വിഷയത്തിൽ ഇടപെട്ട് ഈജിപ്തും തുർക്കിയും പ്രധാനമായും ശ്രമിക്കുന്നത്. മേഖലയിൽ ഒരു ഊർജ്ജ ദുരന്തം ഒഴിവാക്കാൻ ഈ ഇടപെടലുകൾ സഹായിച്ചതായും നയതന്ത്ര പ്രതീതികൾ വിലയിരുത്തുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ എന്നിവരുമായി ഫോണിൽ സംസാരിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ തുർക്കി മുമ്പ് മധ്യവർത്തിയായി പ്രവർത്തിച്ചിരുന്നു. യുഎസും ഇറാനും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയോ എന്ന് തുർക്കി വിദേശകാര്യമന്ത്രി സ്ഥിരീകരിക്കാൻ വിസമ്മതിച്ചു എങ്കിലും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെയും യുഎസ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതായി തുർക്കി ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. ഇറാനുമായി സന്ദേശങ്ങൾ കൈമാറിയതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ഓഫീസും അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അയയുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ പുരോഗമനപരമാണെന്നും പശ്ചിമേഷ്യയിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനായുള്ള പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. ചർച്ചകളുടെ സ്വഭാവം കണക്കിലെടുത്താണ് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലുടനീളം രക്തം ചിന്തിയും ലോകത്തെ ആകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് വലിച്ചിട്ടും 24 ദിവസമായി തുടരുന്ന ഇറാനും ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക ആശ്വാസം. സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാകുമെന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ 2 ദിവസത്തെ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ട് എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് കണക്കിലെടുത്ത് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ചു. ഈ കാലയളവിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇതു സംബന്ധിച്ച ഉത്തരവ് യുദ്ധവകുപ്പിന് നൽകിയിട്ടുണ്ടെന്നും ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്കയും ഇറാനും പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തിയെന്നും മരുമകൾ ജാരഡ് കൃഷ്ണുമായി തന്റെ ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ചയുടെ ഭാഗമായി എന്നും പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാന്റെ ശക്തമായ താക്കീതിനെ തുടർന്ന് യുഎസ് പ്രസിഡന്റ് പിന്തിരിയേണ്ടി വന്നു എന്ന് ഇറാൻ ദേശീയ മാധ്യമം പ്രതികരിച്ചു. ട്രംപുമായി ഇറാന്റെ ഭാഗത്തു നിന്നും ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപിന്റെ അന്ത്യശാസനത്തിന്റെ സമയപരിധി തിങ്കളാഴ്ച അർദ്ധരാത്രി അവസാനിച്ചു. തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമൂസ് അനിശ്ചിതകാലത്തേക്ക് പൂർണ്ണമായും അടച്ചിടുമെന്നും ഇറാൻ തിരിച്ചു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമിക്കാൻ സാധ്യതയുള്ള പശ്ചിമേഷ്യയിലെ ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളുടെയും കടൽവെള്ള ശുദ്ധീകരണശാലകളുടെയും പേരുകൾ ഇറാന്റെ ഫാർസ് വാർത്താ ഏജൻസി തിങ്കളാഴ്ച രാവിലെ പുറത്തുവിട്ടിരുന്നു. 24 ദിവസമായി തുടരുന്ന ഇറാനും യുഎസും ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും ഉന്നത പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും തമ്മിൽ ഈ വിഷയത്തിൽ സംസാരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലേവിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. മേഖലയിലെ സമാധാനത്തിനായി നയതന്ത്ര നീക്കങ്ങൾ തുടരുകയാണ് എന്നും എന്നാൽ അന്തിമ തീരുമാനമാകാതെ മാധ്യമ വാർത്തകളെ വിശ്വസിക്കരുതെന്നും യുഎസ് വ്യക്തമാക്കി. മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും പെട്ടെന്ന് നിഗമനങ്ങളിൽ എത്തരുതെന്നും വൈറ്റ് ഹൌസ് കൂട്ടിച്ചേർത്തു. ഇത്തരം ചർച്ചകളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ സ്ഥിരീകരിച്ച വിവരങ്ങളായി കാണരുതെന്നും കരോളിൻ കൂട്ടിച്ചേർത്തു. അതേസമയം സംഘർഷം ഇല്ലാതാക്കാൻ തങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ടെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരം ചർച്ചകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ യുഎസ് ചർച്ച നടത്തില്ലെന്നും ലിവിറ്റ് വ്യക്തമാക്കി. അതേസമയം ഡൊണാൾഡ് ട്രംപും അസീം മുനീറും തമ്മിൽ സംസാരിച്ചു എന്ന കാര്യം വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്, സ്പെഷ്യൽ എൻവോയ്മെന്റ് സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവർ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആഴ്ച തന്നെ ചർച്ചകൾ നടന്നേക്കാമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ചില സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്ത് വലിയ എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ തീപിടുത്തവും കനത്ത പുകയും ഉയർന്നു. വലോറ എനർജി പോർട്ട് അർദലൈൻ റിഫൈനറിയിലാണ് സംഭവം. തിങ്കളാഴ്ച വൈകിട്ട് ഏകദേശം 7:22ഓടെയായിരുന്നു പൊട്ടിത്തെറിയുണ്ടായത്. ശക്തമായ സ്ഫോടന ശബ്ദം കേട്ടതോടെ സമീപവാസികൾ ഭീതിയിലായി. പിന്നാലെ ആകാശത്തേക്ക് കനത്ത കറുത്ത പുക ഉയരുകയും തീ പടർന്നുകയും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സംഭവത്തെ തുടർന്ന് അഗ്നിശമന സേനയും ഹാസ്മാറ്റ് ടീമുകളും സ്ഥലത്തെത്തി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു.
ആദ്യഘട്ടത്തിൽ സംഭവത്തിന്റെ സ്വഭാവം വ്യക്തമല്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. ഇതിനകം ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും സ്ഥിതിഗതികൾ നിരീക്ഷണത്തിലാണ്. റിഫൈനറിയുടെ ചുറ്റുപാടുകളിലുള്ളവരോട് വീടുകളിൽ തന്നെ തുടരാൻ അധികൃതർ നിർദ്ദേശം നൽകി. വായുവിന്റെ ഗുണനിലവാരം പരിശോധിച്ച് വിഷവാതകങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. സംഭവസ്ഥലത്ത് നിന്ന് സമീപമുള്ള പ്രധാന റോഡുകൾ ഒഴിവാക്കാൻ ടെക്സസ് ഗതാഗത വകുപ്പ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പോർട്ട് ആർതർ റിഫൈനറി അമേരിക്കയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നാണ്. ദിവസേന ഏകദേശം 4.35 ലക്ഷം ബാരൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇത്. ദീർഘകാലം പ്രവർത്തനം നിർത്തിയാൽ ഇന്ധന വിതരണത്തെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അപകടത്തിന് കാരണം ഹീറ്റിംഗ് യൂണിറ്റിലെ തകരാറാകാമെന്ന സംശയമെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.71 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 93.80 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.70 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.20 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. വനിതകൾക്ക് 1/3 സീറ്റുകൾ സംവരണം ചെയ്യാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഇതിനായി ലോക്സഭാ സീറ്റുകളുടെയും നിയമസഭാ സീറ്റുകളുടെയും എണ്ണം കൂട്ടുക എന്ന പുതിയ നിർദ്ദേശമാണ് അവതരിപ്പിച്ചത്. 2011 സെൻസസ് അനുസരിച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് നിർദ്ദേശം. 5 പാർട്ടികളുടെ നേതാക്കളുമായ അമിത്ഷാ നടത്തിയ ചർച്ചയിലാണ് വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. നേരത്തെ പാസാക്കിയ നാരി ശക്തി വന്ദൻ നിയമപ്രകാരം 2026 സെൻസസും ഇതിനുശേഷമുള്ള മണ്ഡല പുനർനിർണയം അനുസരിച്ച് വനിതാ സംവരണ സീറ്റുകളും നിശ്ചയിക്കാനായിരുന്നു നിർദ്ദേശം. ഇത്രയും കാലതാമസം ഒഴിവാക്കി 2011 സെൻസസ് പ്രകാരം സംവരണം നടപ്പാക്കാനായി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനാണ് സർക്കാർ ചർച്ച തുടങ്ങിയത്. പുതിയ നിർദ്ദേശപ്രകാരം ആകെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്നും 816 ഉയരും. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ളതിന്റെ 50% കൂടി സീറ്റുകൾ കൂട്ടാനാണ് നിർദ്ദേശം. ഇതിനുശേഷം ആകെ 1/3 അതായത് 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. കേരളത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30 നിയമസഭാ സീറ്റുകളുടെ എണ്ണം 210 ഈ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ വർദ്ധിക്കും. അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ 3ാം വിജയം ലക്ഷ്യമിടുന്ന BJPക്ക് കടുത്ത വെല്ലുവിളിയുമായി ഉൾപാർട്ടി തർക്കങ്ങളും വിമത നീക്കങ്ങളും. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ സീറ്റ് ലഭിക്കാത്ത പ്രമുഖ നേതാക്കൾ പാർട്ടി വിടുന്നതും സ്വതന്ത്രരായി മത്സരിക്കുന്നതും NDA ക്യാമ്പുകളിൽ ആശങ്കയുണ്ടാക്കുന്നു. സഖ്യകക്ഷിയായ അസം ഗണ പരിഷത്തുമായി ധാരണയിലെത്താൻ കഴിയാത്ത സീറ്റുകളിൽ സൗഹൃദ മത്സരം നടക്കുന്നത് വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനും പ്രതിപക്ഷമായ കോൺഗ്രസിന് ഗുണകരമാകാനും സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തൽ. ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിലെ മന്ത്രിയും സിറ്റിംഗ് MLAയുമായ നന്ദിത് ഗർസോളിക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചത് പാർട്ടിയെ ഞെട്ടിച്ചു. ഇതോടെ BJP വിട്ട അവർ കോൺഗ്രസിൽ ചേരുകയും കഴിഞ്ഞ തവണ വിജയിച്ച ഹാഫ്ലോങ്ങിൽ നിന്ന് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യും. സമാനമായ രീതിയിൽ കാട്ടിഗോറിലെ മുൻ BJP MLA അമർചന്ദ് ജെയിനിയും കോൺഗ്രസിൽ ചേർന്ന് അവിടെ തന്നെ ജനവിധി തേടുന്നു. BJP സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റ് ജയന്തകുമാർ ദാസ് പാർട്ടി വിട്ട് ദിസ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത് BJPക്ക് തലവേദനയായിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിൽ നിന്നെത്തിയ പ്രദുത് ബോർഡിലെയാണ് BJP രംഗത്തിറക്കുന്നത്. മുതിർന്ന നേതാക്കളായ മുൻ സംസ്ഥാന അധ്യക്ഷൻ സിദ്ധാർത്ഥ് ഭട്ടാചാര്യ, 5 തവണ MLA ആയി അതുൽ ബോറ എന്നിവരെയും ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുടെയും അവരുടെ അനുയായികളുടെയും അമർഷം തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാം. സഖ്യകക്ഷിയായ AGPയുമായുള്ള സീറ്റ് തർക്കവും BJPയെ പ്രതിരോധത്തിലാക്കുന്നു. ശിവസാഗർ സീറ്റിൽ AGPയുടെ പ്രദീപ് ഹസാരികയും BJPയുടെ കുശാൽ ഡോവരെയും നേർക്കുനേർ നിർത്തിയാണ്. ഇത് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്ന റായ് ജോർദാൽ തലവൻ അഖിൽ ഗൊഗോയ്ക്ക് ഗുണകരമായേക്കാം. ഹോർമൂസ് കടലിടുക്ക് വഴി പാചകവാതകവുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ കൂടി സുരക്ഷിതമായി കടന്നുപോയി. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇവ ഇന്ത്യൻ തീരത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ അനുസരിച്ച് പൈൻ ഗ്യാസ്, ജഗത് എന്നീ ടാങ്കറുകൾ കടലിടുക്ക് കടന്നു. ഏകദേശം 92,612 ടൺ LPGയാണ് ഈ കപ്പലുകളിലുള്ളത് എന്ന് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. മാർച്ച് 26-നും 28-നും ഇടയിൽ ഇവ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തും. ഈ കപ്പലുകൾ ആകെ 60 ഇന്ത്യൻ ജീവനക്കാരുണ്ട്. ഇറാനിലെ ലാരക്, ഹെംഷം ദ്വീപുകൾക്കിടയിലൂടെയാണ് ഈ കപ്പലുകൾ സഞ്ചരിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയ 22 ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെട്ടവയാണിത്. നേരത്തെ MT ശിവാലിക്,
MD നന്ദാദേവി എന്നീ കപ്പലുകളും സമാനമായ രീതിയിൽ ഇന്ത്യയിൽ എത്തിയിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആകെ 28 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമൂസ് മേഖലയിൽ ഉണ്ടായിരുന്നത്. നിലവിൽ കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 22 കപ്പലുകളും കിഴക്ക് ഭാഗത്ത് 2 കപ്പലുകളുമാണുള്ളത്. ഏകദേശം 600 ഇന്ത്യൻ നാവികർ ഇപ്പോഴും ഈ മേഖലയിൽ കപ്പലുകളിലുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിലെ ജീവനക്കാർക്ക് ഭക്ഷണത്തിനോ വെള്ളത്തിനോ നിലവിൽ ബുദ്ധിമുട്ടില്ല എന്നും അവരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 85 മുതൽ 95% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. വീട്ടിൽ പോയി ചോദിച്ചോ എന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചോദ്യം ചോദിക്കാൻ പത്രസമ്മേളനമല്ലല്ലോ പൊതുയോഗമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടിയാണ് താൻ നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുയോഗത്തിൽ പറയുന്നത് ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സാധാരണ നമ്മൾ ഓരോ ഘട്ടത്തിലും പാലിക്കുന്ന മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കാതിരുന്നാൽ പ്രതികരണവും അതിനനുസരിച്ച് വരും. അവിടെ ആരെങ്കിലും LDFനെയോ എന്നെയോ എതിർക്കാൻ വന്നവരല്ല. ചില ഘട്ടങ്ങളിൽ ആവേശം കൊള്ളുന്നവരുണ്ടല്ലോ. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ഇങ്ങനെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ? പൊതുയോഗത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആരോ സംസാരിക്കട്ടെ. അത് ഇഷ്ടമല്ല എങ്കിൽ കേൾക്കണ്ട. യോഗത്തിൽ നിന്നും പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി എന്ന KC വേണുഗോപാലിന്റെ പരാമർശത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സമനില തെറ്റുന്നത് ആർക്കാണെന്ന് കാണുന്നുണ്ടല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നിന്നും ഒരു ചോദ്യമുണ്ട് എന്ന ശബ്ദം ഉയരുകയായിരുന്നു. ഇയാളോട് വീട്ടിൽ പോയി ചോദിക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സംഭവം വലിയ വിവാദമായിരുന്നു. പിന്നാലെയാണ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മോഹൻലാലും ഒന്നിച്ചെത്തി കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖ പരിപാടി പുതിയ വിവാദങ്ങളിലേക്ക്. ഈ അഭിമുഖം ചിത്രീകരിക്കുന്നതിനായി സർക്കാർ ഖജനാവിൽ നിന്നും 11,21,000 രൂപയാണ് ചെലവഴിച്ചതെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാകുന്നത്. തിരുവല്ല സ്വദേശി റിജോ വള്ളംകുളം നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. സർക്കാർ ഫണ്ടാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖയിൽ തന്നെ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് 2 ദിവസമെടുത്താണ് ഈ അഭിമുഖം ചിത്രീകരിച്ചത്. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറും സംഘവുമാണ് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തിപരമായ വിശേഷങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ അഭിമുഖത്തിന്റെ ടീസറുകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയ്ക്കിടെ പിണറായി വിജയൻ തന്നെ ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് സൂചിപ്പിക്കുകയും മോഹൻലാൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാണിജ്യ പാചകവാതകം കിട്ടാത്തത് ഹോട്ടൽ കാറ്ററിംഗ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. ജില്ലയിലെ ഹോട്ടലുകളിൽ പകുതിയിലേറെയും പാചകവാതകം ലഭിക്കാത്തതിനാൽ പൂട്ടിക്കിടക്കുകയാണ്. പ്രവർത്തിക്കുന്നത് മിക്കതും സ്വകാര്യ കമ്പനികളിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് വാണിജ്യ പാചകവാത സിലിണ്ടറുകൾ വാങ്ങിയാണ് കച്ചവടം തുടരുന്നത്. ഇത്തരം ഹോട്ടലുകൾ പലതും ഭക്ഷണത്തിന്റെ വിലയിൽ 10 മുതൽ 15% വരെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉടുപ്പിയിൽ നിന്നാണ് സ്വകാര്യ കമ്പനികൾ സിലിണ്ടർ എത്തിക്കുന്നത്. ഒരു സിലിണ്ടർ കോഴിക്കോട് എത്തുന്നതിന്റെ ചരക്കുകൂലി 611 രൂപ വരുമെന്നാണ് സ്വകാര്യ ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. നേരത്തെ 1923 രൂപയ്ക്ക് ഒരു വാണിജ്യ സിലിണ്ടർ വാങ്ങിയിരുന്ന ഹോട്ടൽ ഉടമകൾ 3800 രൂപ മുതൽ 4000 രൂപ വരെ നൽകിയാണ് ഒരു വാണിജ്യ സിലിണ്ടർ ഇപ്പോൾ സ്വന്തമാക്കുന്നത്. ഇതിനു പുറമെ സിലിണ്ടർ ഒന്നിന് ഡിപ്പോസിറ്റ് ആയി 1800 രൂപ നൽകണം. ഈ സാഹചര്യത്തിൽ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കാതെ നിവർത്തിയില്ല എന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. സ്പെഷ്യൽ വിഭവങ്ങൾ പരമാവധി കുറച്ചുള്ള ഹോട്ടൽ നടത്തിപ്പ് വൻ നഷ്ടമായിട്ടും ഹോട്ടൽ നടത്തുന്നത് തൊഴിലാളികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് എന്നാണ് പല ഉടമകളും പറയുന്നത്. സർക്കാരും എണ്ണ കമ്പനികളും ഹോട്ടൽ ഉടമകൾക്ക് ഉറപ്പു നൽകിയിട്ടുള്ളത് 50% വാണിജ്യ സിലിണ്ടറുകൾ നൽകിയാൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി സ്പോർട്സ്. IPL ഇമ്പാക്ട് പ്ലെയർ നിയമനത്തോട് വ്യക്തിപരമായി തനിക്ക് താല്പര്യമില്ല എന്ന് ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ. താനും ഒരു ഓൾറൗണ്ടറാണ്. ബാറ്റിംഗിലും ബോളിംഗിലും ഉപയോഗപ്പെടുത്താം എന്നതാണ് ഒരു ഓൾറൗണ്ടറുടെ ഗുണം. ടീമുകൾ ഓൾറൗണ്ടർമാരെ തേടിപ്പോകാനുള്ള കാരണവും ഇതുതന്നെയാണ്. എന്നാൽ ഇമ്പാക്ട് പ്ലെയർ നിയമം വന്നതോടെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ അല്ലെങ്കിൽ ബോളർ എന്നിവരെ മാത്രമാണ് ടീമുകൾ അന്വേഷിക്കുന്നതെന്നും അക്ഷർ പറഞ്ഞു. ഓൾറൗണ്ടർമാർ തീർത്തും അപ്രസക്തരാകുക എന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമത്തോട് തനിക്ക് യോജിക്കാൻ സാധിക്കാത്തത്. പക്ഷേ നിയമമായി തുടരുന്നിടത്തോളം അത് പിന്തുടരുകയല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സീസണിൽ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തെത്തിയ അക്ഷർ
തുടർച്ചയായ രണ്ടാം സീസണിലാണ് ഡൽഹിയെ നയിക്കാനൊരുങ്ങുന്നത്. IPL-ൽ ഇതുവരെ കിരീടം നേടാത്ത ടീമുകളിലൊന്നാണ് ഡൽഹി. അക്ഷറിന്റെ കീഴിൽ കന്നി കിരീടമാണ് ടീമിന്റെ ലക്ഷ്യം. ഏപ്രിൽ 1-ന് ലക്നൌ സൂപ്പർ ജയന്റിനെതിരെയാണ് ഡൽഹിയുടെ ആദ്യ മത്സരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് UK ജനത. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ കനത്ത തിരിച്ചടി ജനത്തെ കടക്കണിയിൽ കുരുക്കി തള്ളിയിടുന്നു. പ്രതിദിനം വർദ്ധിക്കുന്ന ഇന്ധനവില വലിയ പണപ്പെരുപ്പത്തിലേക്കും പലിശ വർധനവിലേക്കും രാജ്യത്തെ എത്തിച്ചു. പണപ്പെരുപ്പം കുറഞ്ഞതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അടിസ്ഥാന പലിശ നിരക്ക് 4%-ലേക്കോ 4.25%-ലേക്കോ ഉയർത്തിയേക്കും. UK-യിൽ 4 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റുഡന്റ്സ് വിസ നൽകുന്നത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ഹോം ഓഫീസ് ഉത്തരവിറക്കി. അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, മ്യാൻമാർ, കാമറൂൺ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്കാണ് സ്റ്റുഡന്റ്സ് വിസ താൽക്കാലികമായി മരവിപ്പിച്ചത്. തീരുമാനം സ്റ്റുഡന്റ്സ് വിസയിൽ ബ്രിട്ടനിലെത്തുന്നതിന് ശേഷം അഭയത്തിനായുള്ള അപേക്ഷ നൽകുന്നത് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ നടപടി ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടമാകുന്നു എന്ന് വിമർശനം. ബ്രിട്ടീഷ് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് വർദ്ധിപ്പിച്ച ഫീസ് അടുത്ത മാസം 8 മുതൽ പ്രാബല്യത്തിൽ വരും. 16 വയസ്സിന് മുകളിലുള്ളവർക്ക് നിലവിലുണ്ടായിരുന്ന ഓൺലൈൻ അപേക്ഷാ ഫീസ് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായി ഉയർത്തി. സ്റ്റാൻഡേർഡ് പോസ്റ്റൽ അപേക്ഷകൾക്ക് 16 വയസ്സിന് മുകളിൽ 115.50 പൗണ്ട്, 16 വയസ്സിൽ താഴെയുള്ള 80 പൗണ്ടുമാണ് പുതിയ ഫീസ്. വിദേശത്തു നിന്നും ഓൺലൈനായി അപേക്ഷിക്കുന്നവർക്കുള്ള ഫീസ് 16 വയസ്സിന് മുകളിലുള്ളവർക്ക് 114.50 പൗണ്ടും, 16 വയസ്സിൽ താഴെയുള്ളവർക്ക് 75.50 പൗണ്ടും. ഇറാൻ US സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി വരുന്നതായി റിപ്പോർട്ട്. ഈജിപ്തും തുർക്കിയും പ്രധാനമായും ശ്രമിക്കുന്നത് ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്കും കപ്പൽ ഗതാഗതത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ പുരോഗമനപരമാണെന്നും പശ്ചിമേഷ്യയിലെ ശത്രുത അവസാനിപ്പിക്കാനുള്ള പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് ഇറാനുമായി സന്ദേശങ്ങൾ കൈമാറിയതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ്. ഇറാനും US ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക ആശ്വാസം. സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ 2 ദിവസത്തെ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ച അമേരിക്ക. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുടെയും ഉന്നത പ്രതിനിധികൾ ഇസ്ലാമാബാദിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയേക്കും. വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം ചെയ്യാൻ കേന്ദ്ര തീരുമാനം. സംവരണത്തിനായി ലോക്സഭാ സീറ്റുകളുടെയും നിയമസഭാ സീറ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കും. പുതിയ നിർദ്ദേശപ്രകാരം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543-ൽ നിന്നും 816-ആയി ഉയർത്തും. ഇതിൽ 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. കേരളത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30-ആയും നിയമസഭാ സീറ്റുകളുടെ എണ്ണം 210-ആയും ഉയർത്തും. വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചോദ്യം ചോദിക്കാൻ പൊതുയോഗം പത്രസമ്മേളനമല്ലല്ലോ എന്നും പൊതുയോഗത്തിൽ പറയുന്നത് ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മോഹൻലാലും ഒന്നിച്ചെത്തിയ അഭിമുഖ പരിപാടി പുതിയ വിവാദത്തിലേക്ക്. അഭിമുഖം ചിത്രീകരിക്കുന്നതിനായി സർക്കാർ ഖജനാവിൽ നിന്നും പൊടിച്ചത് 11,21,000 രൂപയെന്ന് വിവരാവകാശ രേഖകൾ. പിണറായി വിജയൻ തന്നെ ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് നേരിട്ട് മോഹൻലാലിനോട് സൂചിപ്പിച്ചു എന്നും റിപ്പോർട്ടുകൾ. പാചകവാതകം കിട്ടാത്തത് ഹോട്ടൽ കേറ്ററിംഗ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ഹോട്ടലുകൾ പകുതിയിലേറെയും വാണിജ്യവാതകം ലഭിക്കാത്തതിനാൽ പൂട്ടി. പ്രവർത്തിക്കുന്ന മിക്ക ഹോട്ടലും സ്വകാര്യ കമ്പനികളിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് വാണിജ്യവാതക സിലിണ്ടറുകൾ വാങ്ങി കച്ചവടം തുടർന്നു. ഹോട്ടലുകൾ ഭക്ഷണത്തിന്റെ വിലയിൽ 10 മുതൽ 15% വരെ വില വർധനവ്. സ്വകാര്യ കമ്പനികൾ സിലിണ്ടർ എത്തിക്കുന്നത് ഉടുപ്പിയിൽ നിന്നും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.